നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ് ആണ്. സോളിഡ്സിൻ്റെ 3 എക്സ്പാൻഷൻ പറഞ്ഞു, ആൽഫ ബീറ്റ ഗാമ റിലേഷൻ പറഞ്ഞു. എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ് ആണ്. ഏത് ലിക്വിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവൻ എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ ലിക്വിഡിന് ഒരു എക്സ്പാൻഷൻ മാത്രമേ ഉള്ളൂ, ഒൺലി ക്യൂബിക്കൽ. ക്യൂബിക്കൽ എക്സ്പാൻഷൻ മാത്രമേ ലിക്വിഡ്സിനുള്ളൂ. കാരണം ലിക്വിഡ്സിന് ലെങ്തോ ലിക്വിഡ്സിന് ഏരിയയോ ഇല്ല, ഉള്ളത് വോളിയം മാത്രമേ ഉള്ളതുകൊണ്ടാണ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ മാത്രമുള്ളത്. അപ്പോൾ ലിക്വിഡ്സ് ഹാസ് ഓൺലി വൺ എക്സ്പാൻഷൻ, ഇറ്റ് ഈസ് കോൾഡ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ. അപ്പോൾ ഏതൊരു ലിക്വിഡിനെ ഹീറ്റ് ചെയ്താലും വോളിയം എന്ത് ചെയ്യും? എക്സ്പാൻഷൻ മീൻസ് വോളിയം മാത്രമേ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ, വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യും. എല്ലാ ലിക്വിഡ്സിനും വോളിയം ഏറ്റവും മിനിമം വരുന്നത് ആ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ മിനിമം എന്ന് പറയുന്ന മെൽറ്റിംഗ് പോയിന്റും മാക്സിമം ബോയിലിംഗ് പോയിന്റുമാണ്. ഇപ്പോൾ വാട്ടർ സ്റ്റേറ്റിൽ നിൽക്കുന്നത് 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെയാണ്. അവിടെ മാത്രമേ ലിക്വിഡ് ഉള്ളൂ. 100ന് മുകളിൽ വേപ്പറായി കഴിഞ്ഞു, 0ക്ക് താഴെ അത് ഐസായി മാറിക്കഴിഞ്ഞു. അപ്പോൾ 0 മുതൽ 100 വരെ അതൊരു ഏത് ലിക്വിഡ് എടുത്താലും ആ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് മെൽറ്റിംഗ് പോയിന്റ് മുതൽ ബോയിലിംഗ് പോയിന്റ് വരെയാണ്. അപ്പോൾ ലിക്വിഡിൻ്റെ വോളിയം ഏറ്റവും മിനിമം മെൽറ്റിംഗ് പോയിന്റിലും ഏറ്റവും മാക്സിമം ബോയിലിംഗ് പോയിന്റിലും ആയിരിക്കണമല്ലോ. കാരണം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വോളിയം ഇൻക്രീസിൽ മെൽറ്റിംഗ് പോയിന്റിൽ മിനിമവും ബോയിലിംഗ് പോയിന്റിൽ മാക്സിമവും. പക്ഷേ സാധാരണ ഏത് ലിക്വിഡ് എടുത്താലും അവൻ്റെ വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ, ഇവിടെ ടെമ്പറേച്ചറും വോളിയം എടുത്ത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ആ എല്ലാ ലിക്വിഡ്സിനും വാട്ടർ ഒഴികെ ബാക്കി എല്ലാ ലിക്വിഡ്സിനും ഗ്രാഫ് ഇങ്ങനെ എഴുതുന്നു. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ വാട്ടറിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. വാട്ടറിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിൽ നിന്ന് നിങ്ങൾ 100 ഡിഗ്രിയിലോട്ട് ടെമ്പറേച്ചർ ഗ്രാജുവലായിട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വോളിയം കുറയും. വോളിയം കുറഞ്ഞ് ഫസ്റ്റ് വോളിയം കുറഞ്ഞ് മിനിമം ആകും, മിനിമം ആയിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്യും. വോളിയം ഈ ടെമ്പറേച്ചറിൽ വോളിയം മിനിമം ആയി. വോളിയം മിനിമം ആവുന്ന ടെമ്പറേച്ചർ 4 ഡിഗ്രിയാണ്, 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിന്റെ വോളിയം ഏറ്റവും മിനിമം വരുന്നത് ഒരിക്കലും മെൽറ്റിംഗ് പോയിന്റിലല്ല, മറിച്ച് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ വാട്ടറിന്റെ ഈ എക്സ്പാൻഷൻ, ഈ സ്പെഷ്യൽ എക്സ്പാൻഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് വിളിക്കും. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ലിക്വിഡിനെ എല്ലാ ലിക്വിഡ്സിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ വാട്ടറിന് മാത്രമുള്ള പ്രത്യേകത, ആദ്യം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം കുറഞ്ഞ് വോളിയം മിനിമം ആകുന്ന ടെമ്പറേച്ചർ 4 ഡിഗ്രിയാണ്. 4 ഡിഗ്രി ആയതിനു ശേഷം പിന്നെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വോളിയം ഈസ് മിനിമം അറ്റ് 4 ഡിഗ്രി. അപ്പോൾ ഡെൻസിറ്റി മാക്സിമം എത്ര ഡിഗ്രി ആയിരിക്കും? വോളിയം മിനിമം ആണെങ്കിൽ ഡെൻസിറ്റി മാക്സിമവും 4 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ സ്പെഷ്യൽ ബിഹേവിയറിനെ വിളിക്കുന്ന പേരാണ് അനോമലസ് എക്സ്പാൻഷൻ. ഇങ്ങനെ എക്സ്പാൻഷൻ ഉള്ളത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് അക്വാറ്റിക് റീജിയൻസിലാണ്. കോൾഡൻ കൺട്രീസിൽ സമുദ്രമൊക്കെ അല്ലെങ്കിൽ ജലാശയങ്ങൾ മൊത്തം എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. പക്ഷേ ഇങ്ങനെയുള്ള കൺട്രീസിൽ വെള്ളം ജലാശയങ്ങൾ ഐസായിട്ട് മാറുമ്പോൾ ഇതിൻ്റെ ടോപ്പിൽ മാത്രമേ ഐസായിട്ട് നിൽക്കുള്ളൂ. അപ്പോഴും താഴെ എന്തായിരിക്കും? 4 ഡിഗ്രി വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് ക്രീച്ചേഴ്സിന് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ജീവജാലങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ലിക്വിഡ്സിൻ്റെ ഈ വാട്ടറിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ അനോമലസ് എക്സ്പാൻഷൻ, ഇപ്പോൾ 4 ഡിഗ്രിക്ക് മുകളിലായാലും താഴെയായാലും വോളിയം കൂടും. 4 ഡിഗ്രിയിൽ നിന്ന് കുറഞ്ഞാലും 4 ഡിഗ്രി കൂടിയാൽ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പം 4 ഡിഗ്രിക്ക് ലെഫ്റ്റിലും റൈറ്റിലും വാട്ടറിന് എക്സ്പാൻഷൻ മാത്രമാണുള്ളത്. ഓക്കെ, നിങ്ങൾ ഏത് ലിക്വിഡിനെ ഹീറ്റ് ചെയ്താലും ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു പറയുന്നു എങ്കിൽ 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, the amount of heat energy required for rising the temperature of unit mass through 1 Kelvin. അതായത് 1 കിലോഗ്രാം മാസുള്ള യൂണിറ്റ് മാസുള്ള ഒരു ബോഡിയുടെ
ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി റൈസ് ഉണ്ടാക്കാനും വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് സ്പെസിഫിക് കപ്പാസിറ്റി. നമ്മൾ സി എന്ന സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ക്യൂ ഹീറ്റ് കൊടുക്കുന്നു, എം മാസ് ആയിരുന്നു, ഡെൽറ്റ ടി ആണ് റൈസ് ഓഫ് ടെമ്പറേച്ചർ എങ്കിൽ ഞാൻ കൊടുക്കുന്ന മൊത്തം എമൗണ്ട് ക്യൂ, മൊത്തം മാസ് എം, ഡെൽറ്റ ടി ഫുൾ റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ സി എന്ന് നമുക്ക് എഴുതാം, സി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ എം ഡെൽറ്റ ടി എഴുതാം. അല്ലെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ക്യൂ ഇസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി എഴുതാം. The amount of heat energy required for rising the temperature of unit mass of the body through 1 Kelvin. യൂണിറ്റ് മാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ഉണ്ടാക്കാൻ. സ്പെസിഫിക് കപ്പാസിറ്റി ഏറ്റവും കൂടിയ സബ്സ്റ്റൻസ് വാട്ടർ ആണ്. സി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 4186 ആണ്. ഇതിന്റെ യൂണിറ്റ് നമുക്ക് എഴുതി നോക്കിയാൽ സിയുടെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ കിലോഗ്രാം കെൽവിൻ. ജൂൾ കിലോഗ്രാം റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. വാട്ടറിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി എത്ര? 4186. നമ്മൾ റൗണ്ട് ചെയ്ത് 4200 എടുക്കാം. അപ്പൊ വാട്ടറിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി 4200 ആണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ടറിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി 4200 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 കിലോഗ്രാം വാട്ടർ നിങ്ങൾ എടുത്തു, ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ഉണ്ടാക്കണമെങ്കിൽ വേണ്ട ഹീറ്റാണ് 4200. ഏറ്റവും സ്പെസിഫിക് കപ്പാസിറ്റി കൂടിയ സബ്സ്റ്റൻസും വാട്ടറാണ്. അങ്ങനെ വാട്ടറിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി കൂടിയ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട്. എന്തൊക്കെയാണ്? വെള്ളം പെട്ടെന്ന് ചൂടാകത്തില്ല, പെട്ടെന്ന് എന്താണ് നഷ്ടപ്പെട്ടു പോകത്തില്ല, പെട്ടെന്ന് ചൂടാകത്തില്ല. ഓരോ ഡിഗ്രി റൈസിന് എന്താണ് 4200 വെച്ച് വേണ്ടേ? നമ്മുടെ ശരീരത്തിൽ 80% വാട്ടറാണ്. അതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന സഡൻ ടെമ്പറേച്ചർ വേരിയേഷൻസ് നമ്മുടെ ബോഡി അഫക്റ്റ് ചെയ്യാത്തത്. കാരണം എന്താ? ടെമ്പറേച്ചർ എത്ര വേരി ചെയ്താലും നമ്മുടെ അകത്തിറക്കുന്ന വാട്ടർ വാട്ടർ നഷ്ടപ്പെട്ടു പോകത്തില്ല, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്ത്, അല്ലെങ്കിൽ വേപ്പറായി പോകത്തില്ല. അത്രയും ഹീറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സഡൻ ചേഞ്ച് ഒന്നും ഒരിക്കലും നമ്മുടെ ബോഡി അഫക്റ്റ് ചെയ്യത്തില്ല. വാഹനങ്ങൾ റേഡിയേറ്ററുകളിൽ കൂളൻ്റായിട്ട് വെള്ളം ഉപയോഗിക്കാറുണ്ട്. എന്താ കാര്യം? ഹീറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൂളൻസ് ഉപയോഗിക്കുന്നത്, വാട്ടർ ഉപയോഗിക്കുന്നത്. അതായത് ആ എഞ്ചിനകത്തുള്ള ഹീറ്റിനെ മാക്സിമം അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ എന്ത് ചെയ്യത്തില്ല? ബോയിൽ ആകത്തില്ല. അപ്പോൾ ഈ ടെമ്പറേച്ചർ, ഈ ഹീറ്റ് നമുക്ക് എഞ്ചിനിലെ ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. കടൽ നൈറ്റിലും ഡേയിലും ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടാകുന്ന റീസണും ഈ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടറിന്റെ ഹൈ സ്പെസിഫിക് കപ്പാസിറ്റിയാണ്. പകൽ സമയം കര പെട്ടെന്ന് ചൂടാകും, കടലിൽ വെള്ളം ചൂടാകത്തില്ല. കര പെട്ടെന്ന് ചൂടാകും. അപ്പൊ കരയിൽ എയർ എന്ത് ചെയ്യും? എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പൊ കടലിൽ നിന്ന് കോൾഡ് എയർ എന്ത് ചെയ്യും? കരയിലേക്ക് ഇറങ്ങും. തിരിച്ച് നൈറ്റ് ആകുമ്പോഴത്തേക്ക് കടൽ ചൂടായി കിടക്കും, കര പെട്ടെന്ന് തണുക്കും. അപ്പോൾ കടൽ എയർ എന്ത് ചെയ്യും? കടൽ എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ കരയിൽ നിന്ന് കോൾഡ് എയർ അങ്ങോട്ട് കിടക്കും. ഇതാണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും. ഓക്കെ. അപ്പോൾ 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ഏത് ബോഡി ആയിക്കോട്ടെ, വാട്ടറോ എന്തോ ആയിക്കോട്ടെ, സോളിഡോ ലിക്വിഡോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി റൈസിനും വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു കഷ്ണം ഐസ് വെച്ചേക്കണം. ഒരു കഷ്ണം ഐസ് വെച്ചാൽ ഈ ഐസ് എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും, ഉരുകും. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈക്ക് എന്ത് സംഭവിക്കും? കയ്യിൽ ഐസ് വെച്ചേക്കുക, കുറേ കഴിയുമ്പോൾ കൈ മരവിക്കും, എന്നിട്ട് കൈ തണുക്കും. ഈ കൈ തണുക്കാനുള്ള കാരണം എന്താ? കൈ തണുക്കാനുള്ള കാരണം കയ്യിൽ നിന്നും ചൂട് ഐസ് അബ്സോർബ് ചെയ്തു. ആ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഐസ് മെൽറ്റ് ചെയ്തു. മെൽറ്റ് ചെയ്യുമ്പോൾ സോളിഡ് എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി. ആ പ്രോസസ് മെൽറ്റിംഗ് പ്രോസസ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റാണ്. അവസ്ഥ മാറി, അവസ്ഥ പരിവർത്തനം ഉണ്ടായി, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടായി. ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ഒരിക്കലും ടെമ്പറേച്ചർ റൈസ് ചെയ്യത്തില്ല. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ റൈസ് ഇല്ല, ടെമ്പറേച്ചർ കൂടത്തില്ല. ഈ ഐസ് പൂർണ്ണമായിട്ടും 0 ഡിഗ്രി വാട്ടർ ആയതിനു ശേഷം മാത്രമേ ടെമ്പറേച്ചർ റൈസ് ചെയ്യുള്ളൂ.
അപ്പൊ ഈ സമയത്ത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് അബ്സോർബ് ചെയ്യുന്ന ഈ സോളിഡ് അബ്സോർബ് ചെയ്ത എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ലേറ്റന്റ് ഹീറ്റ് എന്നാണ് വിളിക്കുന്നത്. കോൾഡ് ലേറ്റന്റ് ഹീറ്റ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് ഹീറ്റ്. അപ്പൊ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് അവൻ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടെമ്പറേച്ചർ റൈസ് ഇല്ലല്ലോ, ടെമ്പറേച്ചർ മാറുന്നില്ലല്ലോ. ടെമ്പറേച്ചർ മാറുന്നില്ല, പിന്നെ എന്ത് യൂസ് ചെയ്യുന്നു? നമുക്ക് പറയാം അവന്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അവസ്ഥ മാറാൻ വേണ്ടി വിനിയോഗിക്കുന്നു പറയാം. അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി വിനിയോഗിക്കുന്നു. കാരണം സോളിഡ്സ് ലിക്വിഡ്സ് ആകുമ്പോൾ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യത്തില്ലേ? അപ്പൊ ഇന്റർമോളിക്കുലർ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തേക്കുന്ന? ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഹീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോളിഡ് ലിക്വിഡ് ആകുന്ന മെൽറ്റിംഗ് ആണല്ലോ. ആ മെൽറ്റിംഗ് ആയാലും ബോയിലിംഗ് ആയാലും അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ ലേറ്റന്റ് ഹീറ്റ് എന്നാണ് വിളിക്കുന്നത്. എങ്കിൽ 1 കിലോഗ്രാം സോളിഡ് അവന്റെ മെൽറ്റിംഗ് പോയിന്റ് വെച്ച് പൂർണ്ണമായിട്ടും ലിക്വിഡായിട്ട് മാറാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പൊ എന്താ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ? Latent heat of fusion means the amount of heat energy for converting 1 kilogram solid into liquid. 1 kilogram solid 1 kilogram liquid ആയിട്ട് മാറാൻ വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഇത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. LF എന്ന്. അപ്പോൾ 1 കിലോഗ്രാമിന് LF ആണെങ്കിൽ m കിലോഗ്രാമിന് എത്രയായിരിക്കും? 1 കിലോഗ്രാമിന് 1 LF, 2 കിലോഗ്രാമിന് 2 LF, 3 കിലോഗ്രാം 3 LF, അപ്പോൾ m കിലോഗ്രാം mLF. അതാണ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. Q is equal to mLF. Q is equal to mLF. അപ്പോൾ എന്താ LF എന്ന് പറഞ്ഞാൽ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താണ്? 1 കിലോഗ്രാം സോളിഡ് അവന്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് പൂർണ്ണമായിട്ടും ലിക്വിഡായിട്ട് മാറാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനോ? വേപ്പറൈസേഷൻ ആരായിട്ട് മാറുന്നു? ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. അപ്പോൾ 1 കിലോഗ്രാം ലിക്വിഡ് അവന്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ച് ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതെ ഗ്യാസ് ആയിട്ട് മാറാൻ വേണ്ട ഹീറ്റാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, LV എന്ന് വിളിക്കുന്ന. 1 കിലോഗ്രാം ലിക്വിഡ് കൺവേർട്ട് ചെയ്ത് ഗ്യാസ് ആയിട്ട് മാറി. അപ്പൊ m കിലോഗ്രാം ആണെങ്കിലോ? for m കിലോഗ്രാം Q is equal to mLV. അപ്പൊ Q is equal to mc delta T. ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ mL. അത് സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ mLF, ലിക്വിഡ് വേപ്പർ ആണെങ്കിൽ mLV. അപ്പൊ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ടെമ്പറേച്ചർ മാറുന്നില്ല, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്തിനു വേണ്ടി അല്ലെ ഹീറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടി, ഇന്റർമോളിക്കുലർ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി. ഓക്കെ.